പെരുമ്പാവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ EMS ടൗൺ ഹാളിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. വ്യത്യസ്തമായ കഴിവുകളുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദിയാണ് പെരുമ്പാവൂർ നഗരസഭ ഒരുക്കിയത്. വൈഭവം എന്ന പേരിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. കൂടുതൽ കഴിവുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ബോധ്യം എനിക്കുണ്ട്. സവിശേഷമായിട്ടുള്ള ഒട്ടേറെ കഴിവുകളുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ ഇന്ന് ഒരുമിച്ച് കൂടി നിങ്ങളുടെ ഒരു ദിനമാക്കി ഈ കലാമേളയെ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് പാലവും റോഡും കെട്ടിടങ്ങളും ഒന്നുമല്ല. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വളരെ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുന്നതാണ് ഒരു നാടിന്റെ യഥാർത്ഥമായ വികസനം എന്ന് പറയുന്നത്. അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ ദേശീയ നിലവാരത്തിലുള്ള റോഡുകളോ അല്ലെങ്കിൽ പാലങ്ങളോ അത്തരത്തിലുള്ള നമ്മുടെ കണ്ണിൽ കാണുന്ന വികസനം മാത്രമല്ല, അതിനപ്പുറത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന, ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അവർക്ക് അതിനെല്ലാം മറികടന്ന് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുന്ന നല്ല സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഒരു നാടിന്റെ വികസനം യാഥാർത്ഥ്യമാകുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലാണ് പെരുമ്പാവൂർ നഗരസഭ നിരവധിയായിട്ടുള്ള വൈവിധ്യങ്ങളാർന്ന ഒട്ടേറെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിമിതിയുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന എല്ലാ സമൂഹത്തെയും ചേർത്ത് പിടിക്കുന്ന നിരവധിയായിട്ടുള്ള വൈവിധ്യങ്ങളാർന്ന നൂതനങ്ങളാർന്ന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകയായിട്ടാണ് പെരുമ്പാവൂർ നഗരസഭ മുന്നോട്ട് പോകുന്നത്. നഗരസഭയുടെ എല്ലാ പരിപാടികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രത്യേകമായിട്ടുള്ള അതിനൊരു ഏറ്റവും ആകർഷകമായ പേര് ഉൾപ്പെടെ കൊടുത്ത് വളരെ ആഴത്തിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന പ്രവർത്തന പരിപാടികളാണ് പെരുമ്പാവൂർ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പോൾ പാത്തിക്കലിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ മുഴുവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ ദിനത്തിൽ ഇവിടെ വിവിധ പരിപാടികൾ പങ്കെടുക്കെത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ദിനത്തിന് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് വൈഭവം 2025 ഭിന്നശേഷി കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട് എങ്കിൽ തന്നെയും അത് പ്രകടിപ്പിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും പലപ്പോഴും അവസരം ലഭിക്കാത്ത കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ കഴിവുകൾ കൂടുതൽ മൂർച്ചയായി കൂടുതൽ ഭംഗിയോടുകൂടി തന്നെ അവതരിപ്പിക്കാനാണ് ഇത്തരം വേദികൾ നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ കഴിവുകൾ കൂടുതൽ മനോഹരമാക്കുന്നതിനും അങ്ങനെ അവരെ ഏറ്റവും സന്തോഷപ്രദമായി അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെ ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇന്ന് വളരെ തിരക്കുകൾ നിറഞ്ഞ ദിവസമായിട്ടും ഈ പരിപാടിക്ക് കൃത്യസമയത്ത് തന്നെ വരാം, അധികം നേരം ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ പരിപാടിക്ക് എന്തായാലും സംവദിക്കാം എന്ന് നമ്മുടെ അടുത്ത് ഉറപ്പ് പറയുകയും നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലായി ഇനി സംസാരിക്കുന്നില്ല. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഇന്ന് ഏറ്റവും മധുരമുള്ള ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സൽമാൻ കുറ്റിക്കോടിന്റെ പാട്ടും മിമിക്രിയും നൃത്തവുമെല്ലാം ശ്രദ്ധേയമായി.
എല്ലി അത്താറ് ആറ് അത്താറ് ആഴ അല്ലെങ്കിൽ ഇത് ഹലോ പരിമിതികളെ മറികടന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ ശ്രദ്ധ ചെലുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.